അപ്പം ഞാനിപ്പോഴുള്ളത് സാന്റിയാഗോ, ചില്ലി എന്ന രാജ്യത്ത് സാന്റിയാഗോ എന്ന എയർപോർട്ടിലാണ് വന്ന് എത്തിയിരിക്കുന്നത്. ലോസ് ഏഞ്ചൽസിൽ നിന്ന് യാത്ര തുടങ്ങി. ഇനി ഇവിടെ ഇപ്പോൾ രാവിലെ 7 മണിയാണ്, നേരം വെളുത്ത് ഉദിച്ച് വരുന്നുള്ളൂ. ഇനി നമ്മളിവിടെയുള്ള പ്രദേശങ്ങളിൽ ഒരു റെൻ്റൽ കാർ എടുത്ത് കറങ്ങാനായിട്ടാണ് ഉദ്ദേശം. 2 ദിവസങ്ങളാണ് നമ്മളിവിടെ ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. സാന്റിയാഗോ, ചില്ലി. നമ്മൾ ചില്ലിയിലെ സാന്റിയാഗോ എയർപോർട്ടിൽ ഇറങ്ങി അവിടുന്ന് പുറത്തേക്ക് പോവുകയാണ്. റെൻ്റൽ കാർ റെഡി ആയിട്ടുണ്ട്. അവിടേക്കാണ് പോയിക്കോളും. കുറച്ച് നമ്മൾ ചില്ലി എന്ന് പറഞ്ഞ രാജ്യത്ത് എത്തിയിരിക്കുകയാണ്. ചില്ലി, വെൽക്കം ടു ചില്ലി, സാന്റിയാഗോ. നമ്മൾ ഇവിടുത്തെ എയർപോർട്ടിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ഈ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ യാത്ര ഇനി തുടരുന്നതായിരിക്കും. ഒരു റെൻ്റൽ കാർ എടുത്തിട്ടാണ് യാത്ര തുടങ്ങുന്നത്. Sorry ass DJ. ലോസ് ഏഞ്ചലസ് പ്രദേശത്ത് ചൂടുകാലമായതിനാൽ നമ്മൾ പ്രതീക്ഷിച്ചത് ഇവിടെയും ചൂടായിരിക്കുമെന്നാണ്. എന്നാൽ നമ്മളുടെ ചിന്തകൾക്ക് വിപരീതമായിട്ട് ഇവിടെ തണുപ്പ് കാലമാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു ജാക്കറ്റൊക്കെ വാങ്ങാതെ ഇടാൻ പറ്റില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് നമ്മൾ ജാക്കറ്റൊക്കെ വാങ്ങാൻ വന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാനൊരു മലയാളി കുടുംബത്തെ കണ്ടുമുട്ടിയത്. അവർ തുണിത്തരങ്ങളും ജാക്കറ്റുമായി കടന്നു വരികയാണ്. വന്ന ഒരു മാന്യൻ ഞങ്ങളോട് പറഞ്ഞു ഇവിടെ തണുപ്പൊന്നുമില്ലാന്ന്. വന്നപ്പോഴാണ് അറിയുന്നത് ഇവിടെ ഇറങ്ങിയപ്പോൾ ഭയങ്കര തണുപ്പാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ കുറെ ജാക്കറ്റുകളും കാര്യങ്ങളൊക്കെ മേടിച്ച് തിരിച്ചു മലയുടെ മുകളിലേക്കുള്ള യാത്ര തുടരുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾ ചിലിയുടെ തലസ്ഥാനമായ അവരുടെ സാമ്പത്തിക ഏറ്റവും വലിയ സിറ്റി സാന്റിയാഗോയില് വെളുപ്പിന് വന്ന് ഇറങ്ങി. വെളുപ്പിനെന്ന് പറഞ്ഞാൽ 6:30ക്കാണ് വന്നത്. പക്ഷെ എന്നിരുന്നാലും അപ്പോഴും നേരം ഇരുട്ടായിരുന്നു. ഒരു 7-7:30 ശേഷമാണ് സൂര്യൻ ഉദിച്ച് വെളിച്ചം വന്നു തുടങ്ങിയത്. അവിടെ നിന്ന് ഞങ്ങൾ ഒരു റെൻ്റൽ കാർ എടുത്തു. അലാമോ കാർ റെൻ്റലിൽ നിന്ന് റെൻ്റൽ കാർ എടുത്ത് നിസാൻ്റെ ഒരു റെൻ്റൽ കാർ എടുത്തിട്ട് ഇപ്പം കാജോൺ ഡി എന്തോ ഒരു മഞ്ഞ് പെയ്യുന്ന ഇടത്തേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാജോൺ ഡി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക്. അവിടെ ആ ഒരു ഇടമാണ് ഞങ്ങൾക്കിവിടെ അന്വേഷിച്ചതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. അവിടേക്കുള്ള യാത്രാമതിയാണ് ഞങ്ങളിപ്പോൾ. ഞങ്ങളുടെ രഥം ഓടിക്കുന്നത് മിസ്റ്റർ മുഹമ്മദ് മുജീബ് മേലേതിലാണ്. ചെർപ്പുളശ്ശേരി എന്ന ഗ്രാമത്തിൽ നിന്നും ചെർപ്പുളശ്ശേരി എന്ന വലിയൊരു നഗരത്തിൽ നിന്നും ഖത്തർ എന്ന ദേശത്തേക്ക് പോവുകയും അവിടെ ഒരു വ്യവസായം കെട്ടിപ്പടുത്ത് അതിനുശേഷം അദ്ദേഹം അവിടെ യാറ്റ് പലതരത്തിലുള്ള ബിസിനസ്സുകൾ നടത്തി. ഇപ്പോൾ അദ്ദേഹം ലോക സന്ദർശനം ആണ്. അദ്ദേഹം പര്യടനം നടത്തി 5 കോണ്ടിനെന്റ് കവർ ചെയ്ത് അദ്ദേഹം ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് ചില്ലിയിലാണ്, സാന്റിയാഗോയിലാണ്. അപ്പോൾ ആ ഒരു യാത്രയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചലസിൽ നിന്ന് യാത്ര തുടങ്ങുമ്പോൾ അവിടെ ഒരു വേനൽക്കാലമായിരുന്നു. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ തെക്കോട്ട് പോരും തോറും കൂടുതലായിട്ട് വേനൽക്കാലമായിരിക്കും, ചൂടായിരിക്കും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ എത്തിയത്. എന്നാൽ ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ മലനിരകളിലെല്ലാം മഞ്ഞ് വീണ് കിടക്കുന്നതാണ് ഞങ്ങളുടെ കാഴ്ചയിൽ പെടുന്നത്. അതും നല്ല തണുപ്പും. ഏകദേശം ഒരു 6 ഡിഗ്രി 8 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഞങ്ങൾ രാവിലെ ഇവിടെ എത്തുമ്പോൾ. ഇപ്പം അത് കൂടി 20 ആയിട്ടുണ്ട്. പക്ഷെ ഇനിയും രാത്രി ആകുമ്പോൾ അത് 8-6 ഡിഗ്രിക്ക്
മാറും. അതിന്റെ പേരിൽ ഞങ്ങൾ മൈനസാണ്. മലമുകളിൽ -3 ഡിഗ്രി സെൽഷ്യസ് ആണ് ആ ഇടത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ സ്വെറ്ററോ ജാക്കറ്റ്സ് ഒന്നും കരുതിയിരുന്നില്ല. അങ്ങനെ ഒരു കടയിൽ ചെന്ന് ഒരു മോളിൽ ചെന്നിട്ട് ഞങ്ങൾ ജാക്കറ്റ്സ് ഒക്കെ വാങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ഈ യാത്ര തുടരുന്നത്. നല്ല മനോഹരമായ പ്രകൃതി രമണീയമായ ഇടമാണ് ഈ സാന്റിയാഗോ. മാമലകളുടെ മടിത്തട്ടിലുറങ്ങിക്കിടക്കുന്ന കൊച്ചു സുന്ദരിയായ സാന്റിയാഗോ എന്ന നഗരം, അവിടെ ആണ് ഞങ്ങൾ ഇപ്പോഴുള്ളത്. അവിടെയുള്ള ദൃശ്യങ്ങളാണ് പ്രകൃതിയെ. ഞങ്ങൾ അധികം നേരം നഗരത്തിൽ ചെലവഴിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ കാറെടുത്ത് ഞങ്ങൾ ഇങ്ങോട്ട് പോരുകയാണ് ഉണ്ടായത്. ഈ പ്രകൃതികൾ കാണുക, പ്രകൃതിയാണ് ഒരു പ്രകൃതി സൗന്ദര്യമാണ് നമുക്ക് കാണേണ്ടതെന്ന ഒരു ഇതിൽ ഞങ്ങൾ പുറപ്പെടുകയായിരുന്നു. അപ്പം ഈ പ്രദേശത്തുള്ള കൊച്ചു കൊച്ചു ഗ്രാമങ്ങളാണ് നമ്മൾ കാണുന്നത്. വിദ്യാലയങ്ങൾ വിട്ട് കുഞ്ഞുങ്ങൾ വീടുകളിലേക്ക് പോകുന്നു. ദൈനംദിന ജീവിതവുമായിട്ട് ഇവിടുത്തെ ഈ നാട്ടിലെ ജനങ്ങൾ ജീവിക്കുന്ന അവരുടെ ജീവിതങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊതുവെ ശാന്തമായ പ്രകൃതമുള്ള ഒരു ജനവിഭാഗമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. കൊച്ചു ഗ്രാമങ്ങളാണ്. ഈ ഒരു മലനിരകളോട് ചേർന്നാണ് അവരുടെ വീടുകൾ, ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നത്.